ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വീട്ടിലുള്ള റേഷൻ അരിയും കടലയും കൊണ്ട് ഒരു അടിപൊളി റൈസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കടല ഒരു കപ്പ് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റേഷൻ അരി 4 കപ്പാണ് എടുത്തത്. ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് കേട്ടോ, സാധാ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കും പോലെ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ഞാൻ റൈസ് തയ്യാറാക്കുന്നത്. പിന്നെ ഇത് കടലയാണ്, ഇതൊരു കപ്പ് കുതിർത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് റേഷൻ അരി ഞാൻ സാധാ ചോറ് വെക്കും പോലെ തന്നെ വേവിച്ചെടുത്തതാണ്. അതിൽ വെള്ളം ആദ്യം വെച്ചിട്ട് നമ്മൾ കുറച്ച് അധികം വെള്ളം വെക്കണം. അതിലേക്ക് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പ്, പിന്നെ ക്യാരറ്റ് കുറച്ച് കട്ട് ചെയ്തതും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗ്രാമ്പൂ, പട്ട, പിന്നെ ബിരിയാണി ലീഫ് ഇട്ടിട്ട് ഒന്ന് സാധാ വേവിക്കും പോലെ ഒന്ന് വേവിച്ചിട്ട് ഇത് വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഈ കടല ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചതാണ്. ഇത് കുക്കറിലൊരു വിസിൽ വന്ന ശേഷം മാറ്റി വെച്ചതാണ് കേട്ടോ. പിന്നെ റൈസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മീനും കൂടി ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് അരിപ്പൊടി, ഉപ്പും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത ശേഷം മസാല പുരട്ടിയിട്ട് ചെറിയ പീസായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. ഈ വലിയ പീസ് ഞാൻ അതിൽ ഇടണില്ല, ഈ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തതാണ് കേട്ടോ ഞാൻ ഈ റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഗ്രാമ്പൂ, പട്ടയും ഏലക്കായും ഇട്ട് കൊടുക്കുന്നത്. 3 ഏലക്കായ ചതച്ചതും കുറച്ച് ഗ്രാമ്പൂവും 4-5 കഷ്ണം പട്ട ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അതേപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനെ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാള പെട്ടെന്നൊന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വയന്ന് കിട്ടുകയും ചെയ്യും, കുറച്ചൊന്ന് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് സാധാരണ വയന്ന് വരുന്നേക്കാളും കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞ് വന്ന ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളിയാണ് ഇട്ടത്. അത് 2 എണ്ണം 3 പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തത്. പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ടേ ഉള്ളത്, ചതച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിവ് അധികം വേണ്ടാന്ന് കരുതിയിട്ടാണ് ഇതേപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് ഈ കടലയിലൊക്കെ മസാലയും വെളുത്തുള്ളീൻ്റെ അതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നന്നായിട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിന് പകരം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി. എരിവ് അധികം വേണ്ടതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബിരിയാണി മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ബിരിയാണി മസാല അല്ലെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മസാലപ്പൊടികൾ ഇട്ടെടുത്ത ശേഷം അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 മുറി ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞ് വെച്ച് കൊടുക്കാം. ഇത് ചെറിയ സൈസിലുള്ള ചെറുനാരങ്ങയാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെ പകുതി ചെറുനാരങ്ങയുടെ നീരാണ് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏത് മീനായാലും മതി കേട്ടോ. അധികം മുള്ളില്ലാത്ത ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ മുള്ളുള്ള മീനാണെങ്കിൽ അതിൻ്റെ കാമ്പ് എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വെജിറ്റേറിയൻസിനാണെങ്കിൽ മീൻ ആഡ് ചെയ്യാതെ ഈ വെജിറ്റബിൾസ് മാത്രമായിട്ട് തന്നെ നമുക്കിതിലേക്ക് റൈസ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ മീനിലും കടല വേവിച്ചതിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ കുറേ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് കൂടി പോകും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ നല്ലോണം എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് റൈസ് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കിയ ശേഷം വേണം ബാക്കിയുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ തന്നെ പിടിച്ചിട്ട് കിട്ടുക. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് കുറച്ചൊന്ന് മിക്സാക്കിയിട്ട് പിന്നെ കുറച്ച് റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം ബാക്കിയുള്ള റൈസ് ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നമുക്ക് പച്ചരി വെച്ചിട്ട് വേണേൽ ഇതേപോലെ തന്നെ റൈസ് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കടയിലൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ബിരിയാണി പോലെയൊക്കെ ആക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വേണേൽ ഇങ്ങനെ കഴിക്കാം, പക്ഷേ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ പാകത്തിന് ഈ മസാലയൊക്കെ ഈ റൈസിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ പുലാവ് പോലെ എന്ന് പറയാം. പിന്നെ മീനിട്ടതുകൊണ്ട് ഞാൻ മീനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ മീനിട്ട് കൊടുത്തത്. അല്ലെങ്കിൽ ഇങ്ങനെ ഫിഷ് മസാല റൈസായി. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഈ മസാലയൊക്കെ ഇപ്പോൾ ഈ റൈസിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റേഷൻ അരിയാണെന്ന് തോന്നുന്നതന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഈ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തത്. ഫിഷ് ഫ്രൈയും ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വെജിറ്റേറിയൻസിനാണെങ്കിൽ വെജിറ്റബിൾ ആയിട്ടുള്ള എന്തായാലും സാലഡ് തൈരൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി അരി ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് റേഷൻ അരി ഉണ്ടെങ്കിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഇതേപോലെ അടിപൊളി റൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. Thank you for watching.